മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള ആദ്യ ടൗൺഷിപ്പിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തറക്കല്ലിടും. കൽപ്പറ്റ നഗരത്തിനടുത്ത് സർക്കാർ ഏറ്റെടുത്ത എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമിയിൽ വൈകിട്ട് 4 മണിക്കാണ് തറക്കല്ലിടിയിൽ ചടങ്ങ്. ചടങ്ങിൽ റവന്യൂ മന്ത്രി കെ രാജൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, പ്രിയങ്ക ഗാന്ധി MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും പങ്കെടുക്കും. ദീപക് മോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും. ദീപക് മോഹൻ, നമ്മളിപ്പോൾ ഈ കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ആകാശ ദൃശ്യങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ ദൃശ്യങ്ങൾ. ഇവിടെ ഇന്ന് 4 മണിക്കാണ് തറക്കല്ലിടിയിൽ ചടങ്ങ്. അത് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ഊരാളുങ്കൽ നിർമ്മാണ പ്രവർത്തികളിലേക്ക് കടക്കുകയും ചെയ്യും. അങ്ങനെ കൽപ്പറ്റ നഗരത്തിൽ വിരിയാൻ പോവുകയാണ് ഒരു മാതൃകാ ടൗൺഷിപ്പ് അല്ലേ ദീപക്? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഉരുൾപൊട്ടൽ ദുരന്തം പിന്നിട്ട് 8 മാസം ആകുമ്പോഴേക്കും ടൗൺഷിപ്പിന്റെ ആദ്യ തറക്കല്ലിടൽ കർമ്മം ഇന്ന് നടക്കും. ഇന്ന് ഇപ്പോൾ കൽപ്പറ്റ നഗരത്തിനടുത്തുള്ള ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ പടുകൂറ്റൻ പന്തലിലാണ് ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുക. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിന് അടുത്തുള്ള ഈ 64 ഹെക്ടർ ഭൂമിയിൽ 7 സെന്റ് വീതമുള്ള പ്ലോട്ടുകളിൽ 1000 ചതുരശ്ര അടിയിൽ ഒറ്റ നിലയിലായുള്ള ക്ലസ്റ്ററുകളിലാണ് വീടുകൾ നിർമ്മിക്കുക. ഈ കഴിഞ്ഞ ദിവസം രാത്രി 11:30 വരെയൊക്കെ ട്രഷറി പ്രവർത്തിപ്പിച്ച അടിയന്തര നടപടികളിലൂടെയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തിയാക്കിയത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ വേദിക്ക് സമീപമുള്ള അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ഏറ്റെടുത്ത ആ ഭൂമിക്കുള്ള പണം എൽസ്റ്റൺ എസ്റ്റേറ്റിന് നൽകിക്കഴിഞ്ഞു. വീടുകൾക്കൊപ്പം പൊതുസ്ഥാപനങ്ങൾ, പ്രത്യേക കെട്ടിടങ്ങൾ, ഒപ്പം റോഡ്, അനുബന്ധ സ്ഥാപനങ്ങൾ, വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങൾ തുടങ്ങിയവയും സജ്ജമാക്കുന്നുണ്ട്. ടൗൺഷിപ്പിൻ്റെ ഭാഗമായി തന്നെ ആരോഗ്യ കേന്ദ്രം, അതുപോലെ തന്നെ ആധുനികമായിട്ടുള്ള അംഗൻവാടി, പൊതുമാർക്കറ്റ്, കമ്മ്യൂണിറ്റി സെന്റർ എന്നിവ നിർമ്മിക്കാനും സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. സംഘടനകളും സ്പോൺസർമാരും വീട് വെച്ച് നൽകുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകാനും സർക്കാർ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവസാനഘട്ട പട്ടിക പുറത്തു വന്നിരുന്നു. ഉപഭോക്തൃ പട്ടികയിൽ 242, ഒന്നാം ഘട്ട അവസാന പട്ടികയിൽ 242 ആളുകളാണ് ഈ ഒന്നാം ഘട്ട പട്ടികയിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതായാലും ഈ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഡിസംബറോടുകൂടി വീടിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ കഴിയും എന്നൊരു വിശ്വാസത്തിലാണ്. ഏതായാലും ഈ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് ആനുകൂല്യം കിട്ടിയില്ല എന്നൊരു പ്രശ്നമുണ്ടായിരുന്നു. അതിലും സർക്കാർ ഇപ്പോൾ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. നഷ്ടപരിഹാരം കിട്ടുന്ന മുറയ്ക്ക് തന്നെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനുള്ള തീരുമാനങ്ങളുണ്ടായി. എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 300ഓളം തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങളായ PF, ഗ്രാറ്റുവിറ്റി, ബോണസ് എന്നിവയെല്ലാം ഈ നഷ്ടപരിഹാരം കിട്ടുന്ന മുറയ്ക്ക് നൽകും എന്ന് എസ്റ്റേറ്റ് മാനേജ്മെൻറ്റ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ, അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി MP, വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ, വയനാട് MLA, കൽപ്പറ്റ MLA T സിദ്ദിഖ്, ലീഗിൻ്റെ ഉന്നത നേതാവ് PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ഉന്നത നേതാക്കൾ എല്ലാവരും ഇന്നിവിടെ എത്തിച്ചേരും. ഇതാണ് ഇന്നിപ്പോൾ തറക്കല്ലിടാൻ പോകുന്ന കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മനോഹരമായ ഈ സ്ഥലത്താണ് ദുരന്തബാധിതരെ ചേർത്തുപിടിച്ച് സർക്കാർ ഒരു ടൗൺഷിപ്പിന്റെ തറക്കല്ലിടാൻ പോകുന്നത്. ഒരുപാട് പ്രശ്നങ്ങളും പരാധീനതകളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ദുരന്തബാധിതരെ ചേർത്തുപിടിച്ചുകൊണ്ട് സർക്കാർ തറക്കല്ലിടാൻ പോകുന്നത്. ഇപ്പോഴും ചെറിയ പരാതികൾ അവിടെയും ഇവിടെയൊക്കെ ഉണ്ട്. ആ പരാതികൾ നമ്മൾ എത്തിക്കുകയും ചെയ്യും.